സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വടക്കാഞ്ചേരിയിൽ, തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിൽ പാലക്കുഴി ഗ്രാമത്തിലെ തിണ്ടല്ലം വാട്ടർഫോളിലായിട്ടാണ്. കണ്ടോ, ഒരു കാട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുകയാണ്. ഇത് കുറച്ച് റിസ്ക്കാണ്, മഴക്കാലത്ത് വരുന്ന റിസ്ക്കാണ്. കാരണം നമ്മൾ ഈ വെള്ളമൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. സാധാരണ മലക്ക് താഴെയാണ് വാട്ടർഫോൾസ് ഉണ്ടാവുക. ഈ നമ്മളീ പോകുന്ന വാട്ടർഫോൾസ് മലക്ക് മുകളിലായിട്ടാണ്. സാധാരണ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ വെച്ചാൽ നമ്മൾ വെള്ളച്ചാട്ടത്തെ താഴെ എത്തും, മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം വരും. ഇത് നമ്മൾ മോൾ ഭാഗം കാണാം. അതായത് ഈ വെള്ളം പോയിട്ടാണ് വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പതിക്കുന്നത്. നമ്മൾ വെള്ളച്ചാട്ടം പോകുന്ന വഴിയിൽ ഇവിടെ ചെറിയൊരു ഡാമുണ്ട്. ഈ ഡാം കഴിഞ്ഞാണ് നമ്മൾ പോകേണ്ട വഴി. പിന്നെ മീനിനെ കുത്തി പിടിക്കണം അവിടെ നിന്ന്. നീ വേണമെങ്കിൽ പോണ വഴിക്ക് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഷഫീഖ് മീൻ കുത്തൽ സ്പെഷ്യലിസ്റ്റാണ്. കുത്തി മീനിനെ മീൻ ഹണ്ടറാണ്. വടി കൊണ്ട് കുത്തി മീനെ പിടിക്കുന്ന ആൾ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിന്ന് നല്ല ചുട്ട ഫ്രഷ് മീൻ കഴിക്കും. കാടിൻ്റെ ഒരു വൈബുണ്ട്. ട്രക്കിങ് ഒരു സൈഡിലെ കാര്യം, ഒരു സൈഡിൽ കാട്. നമ്മൾ നേരത്തെ കണ്ട ആ ചെറിയ ഡാമിൽ നിന്ന് വരുന്ന അരുവിയാണത്. ചെറിയ എത്ര ദൂരം ഉണ്ട്? ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇത്രേ ഉള്ളൂ? ആണോ? ഇത്രയും അടുത്താണോ? നമ്മൾ അന്ന് എവിടെ വേണ്ട ഇവിടെ കിട്ടുന്ന സ്പോട്ടിൽ ഇവർക്ക് തന്നെ ഇറങ്ങണം. എന്താണ് മരം മാത്രം ആലിലെ അടിവാൻ മൊത്തം നോക്കിയാൽ ആ പാറകളിലൂടെ നല്ലൊരു മഴ വന്നാലൊക്കെ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് റെസ്റ്റ് ചെയ്യാം. നേരെ കണ്ടോ മീന് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ ഇവിടേക്ക് പോയി നല്ലൊരു വ്യൂ കാണാം. നല്ല വഴുക്കുണ്ടാവും, ശ്രദ്ധിക്കണേ. മറ്റേ സാധനം ട്രൈ കേട്ടോ, അവിടെ പോയിട്ട് ഇരുന്നാൽ മതി. ഇതിങ്ങനെ ഒരൊറ്റ പോകാനുണ്ട്. നല്ലൊരു സൈഡ് കിട്ടുന്ന ഫീൽ. അവിടെ സന്ധ്യ ഉണ്ടാവില്ല. പോയിണ്ടാവും. ഇവന്റെ വീട് എപ്പോ എടുത്തോട്ടോ, എപ്പോഴും വൈറൽ ക്ലിപ്പ് കിട്ടും. എടാ വേണ്ടാ, ഇനി എങ്ങാനും റിസ്കിന്റെ കാര്യം പറയട്ടെ. ഈ റിസ്കിന്റെ കാര്യം പറ. എടാ എന്ത് കാണിക്കുന്ന എനിക്ക്? എടാ പിന്നെ താഴെ പാറയാണ്. എന്താ കാണിക്കുന്നത്? ഇവിടെ ഒരു അഭിമുഖമാണ് എന്റെ. കുരക്കന്മാര് എനിക്ക് മാത്രമായി കൈ വന്ന മുറകളാണിത്. വേറെ ആരും കൊടുത്തിട്ടില്ല. നമ്മുടെ ചെറിയ ജീവിതത്തിൽ ചെറിയ ചെറിയ റിസ്കുകൾ എടുക്കണം. ചെറിയ ചെറിയ റിസ്കുകളായിരിക്കാം ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. ഇത് ചെറിയ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇത് ചെറിയ റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ടോന്ന്? ഇത് ചെറിയ റിസ്ക് ആണെന്ന് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മുടെ ലൈഫും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചുറ്റുപാടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അതായത് മറ്റൊരാൾ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ സ്വയം ശരീരത്തെ അറിയുക. നമ്മുടെ ശരീരത്തെ കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാരാമീറ്റർ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിൽ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. കൂട്ടാം എങ്ങനെ പടിപടിയായി. നമുക്ക് പറ്റുന്ന ചെറിയൊരു തെറ്റ് മതി വലിയ വലിയ നമ്മളെ കൈവിട്ട് പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ. അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുന്നുണ്ടെങ്കിൽ വരുന്ന കൺസേൺ ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ചെറിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലായിരിക്കുള്ള കാര്യങ്ങളായിരിക്കും. അതിനെ പറ്റി എന്താ ചിന്തിക്കുന്നില്ല. ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തെറ്റ് മതി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോങ് ടൈം ആയിട്ടുള്ള റിസ്കുകളിലേക്കും അപകടങ്ങളിലേക്കും റിഗ്രറ്റ്സിലേക്കും നയിക്കാൻ എന്നാണ് അനീസ് പറയുന്നത്. ചോദ്യം അതെ അതെ. എന്തുകൊണ്ട് ആ ഒരു കാര്യത്തെ പരിഗണിക്കുന്നില്ല? ഇല്ല, അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ പ്രാക്ടീസോട് കൂടിയും ഇതിന് മുന്നേ പടിയപടിയായി ചെയ്ത് ശീലങ്ങളോട് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് ശരി. വ്യക്തമായ പരിശീലനം ഇല്ലാതെ 100% കോൺഫിഡന്റ് ആണ് ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും. അതെ, നമ്മളിൽ വിശ്വാസം വേണം, നമ്മൾ പ്രതലത്തിൽ വിശ്വാസം വേണം, ഭൂമിയിൽ വിശ്വാസം വേണം, വായിൽ വിശ്വാസം വേണം. ദീപങ്ങൾ വരും. പ്രതീക്ഷകത്ത് ഉയർന്നു. നല്ല പ്രകൃതി രമണീയമായ ശാന്തി സുന്ദരമായ. പേടിയൊന്നുണ്ടോ?
പേടിയുണ്ട്, എക്സൈറ്റ്മെന്റ്, Anxiety, ഭയം, ഡിപ്രഷൻ എല്ലാം ഉണ്ട്. ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ് ഇവിടെ എത്തിയതിന്. പാറമട ഒരു മല മൊത്തം താത്തിക്കൊണ്ടായി നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ താഴെയാണ്. നമുക്ക് മറ്റേ പോയിന്റ് ഒക്കെ പോണ്ട്. ആ വെള്ളം കെട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോണ്ട്. ഇത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഭയം ഉണ്ടാവും. ആ ഭയത്തെ നമ്മൾ അതിജീവിക്കുക. ഞാൻ അതിജീവിതയാവും. അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ഭയം എന്ന ആ ഒരു സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് വലിച്ച് പറിച്ചതാണ്. അതെ, ഈ ഇപ്രാവശ്യം നീ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്ക് നീ ഒരു പേടിയില്ലാത്തവരായി മാറണം. ഒരു പുതിയ ഷെഫീക്കാവും. പുതിയ ഷെഫീക്കാണ്. അത് ഞങ്ങളുടെ ഉറപ്പ്. അതെ, ഞങ്ങളുടെ ഈ ഷെഫീക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഞാൻ കുഴപ്പമില്ല. അപ്പോൾ ഗോയ്സ്, നമ്മൾ ഷെഫീക്കിനുള്ള ഭയം എന്ന ആ ഒരു നെഗറ്റീവ് സംഗതിയെ നമ്മൾ എടുത്തു മാറ്റാൻ പോവാണ്. അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പോകുന്നത്. ഷെഫീക്കെ, എന്താണ് ഈ ഒരു മുന്നൊരുക്കത്തെ കുറിച്ചിട്ട് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എല്ലാം നല്ലത്. സംഭവിക്കുന്നൊന്നല്ലെങ്കിലും സംഭവിക്കാതിരിക്കുന്നൊന്നല്ലെങ്കിലും ഇനി സംഭവിക്കാൻ പോണോന്നല്ലേ, അതന്നെ നടക്കും. നല്ലൊരു കാര്യം സംഭവിക്കാൻ പോവാണ്. എല്ലാം നല്ലത് സംഭവിക്കട്ടെ. അപ്പോൾ ഷെഫീക്ക് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്പോട്ടിലേക്ക് പോകാനൊരു ഭയമുണ്ട്. ആ ഭയമൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് അവനിപ്പോൾ വരാൻ തയ്യാറായിരിക്കുകയാണ്. അല്ലേ പിക? പാതി വഴി വെച്ചിട്ട് ഭയം തിരിച്ചു വരുമോ? പാതി വഴി വെച്ചിട്ട് ഭയം തിരിച്ചു വരുമോ? ഷെഫീക്ക് ചിലപ്പോൾ പാതി വഴിയിൽ വീണ്ടും ഭയം തിരിച്ചു വരുന്നുള്ള പേടിയിലാണ്. അവിടെയോ? പക്ഷെ വേറെ കാര്യമുണ്ടോ? അവർ പറഞ്ഞ പോലെ എവിടെ തങ്ങിക്കും. എന്തിനു പറ്റി? പക്ഷെ വേറെ ഈ വെള്ളത്തിൽ ഒഴുക്ക് കൂടുതലല്ലേ? നമുക്ക് നോക്കിയേക്കാം. അപ്പൊ നമ്മളെ ശരിക്കും സ്പോട്ടിലോട്ട് പോകണല്ലോ, അങ്ങോട്ട് പോകാം. അയ്യോ മോനാശം, ഇവിടെ നിൽക്കാൻ പറ്റില്ലട്ടോ. ഇവിടെ വെള്ളം കൂടുതലാണ് പ്രാവശ്യം. മോനെ വേണ്ട, ഇത് വേണ്ട. ഞാൻ പറയുകയാണെങ്കിലേ 0 risk is our policy. ഇത് വേണ്ട. നമ്മൾ റീലിലൊക്കെ കാണുമ്പോൾ ഈ ഒരു ഭാഗത്ത് അധികം വെള്ളമില്ലാത്തൊരു രീതിയിലാണ് കാണാറ്. പക്ഷേ എന്താ വെച്ചാൽ നല്ല ഒഴുക്കുണ്ട്. ഇത് റിസ്ക് ഒഴിവായിട്ട് പോകുന്നത് അല്ലേ? ൂരി വാ. അവന്റെ ധൈര്യം നോക്കിയേ. അതുകൊണ്ടാ ബുദ്ധിമുട്ട്. ഷൂസിന്റെ ബുദ്ധിമുട്ടാണ്. ഷൂസ് എന്താ ഊരാൻ ബുദ്ധിമുട്ട്? ഞാൻ ഊരി തരണോ? ഊരാനും പിന്നെ ഷോക്ക് വരണം. ഊരല് ഞാൻ ഊരി തരാം. ഞാൻ ഇട്ടുതരാം. ഞാൻ ഇറങ്ങി. എവിടെ ഇറങ്ങി? അവിടെ ഇറങ്ങി. ഇതുവരെ ഇറങ്ങി. പിന്നെ ഞാൻ ആ മരത്തുമ്മ ഫോട്ടോ എടുത്തു. ഏത് മരത്തുമ്മേ? അതറിയില്ലേ? ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോകണേ. അങ്ങോട്ടോ? ആയിക്കോട്ടെ. ഈ അങ്ങോട്ടോ? അവിടെ ഇറങ്ങുമോ? അവിടെ ഇറങ്ങുമോ? അതെന്താ ചേട്ടാ മോനെ? എന്ത് ഡേഞ്ചർ? അവിടെ നിന്ന് ഒഴുക്കിയല്ല. ഇവിടെ ഇങ്ങോട്ട് വാ. മണിനീരടുകയാണ്. ആക്ഷൻ ആക്ഷൻ. കാട്ടിനുള്ളിൽ പോയപ്പോ നമുക്ക് 2 അമൂല്യ നിധികൾ കിട്ടി. കാട്ടുമൂപ്പന്റെ മക്കളാ തോന്നുന്നുണ്ട്. 2 ചരക്കുകൾ. എന്റെ മോനെ, 2 കിടിലൻ സാധനങ്ങൾ. ഇതൊന്നും എനിക്ക് തോന്നുന്നു കാട്ടുമൂപ്പന്റെ മക്കളാണെന്ന് ഡൗട്ട് ഉണ്ട്. നമ്മളിത് കാട്ടരുവികളിൽ എത്തിയപ്പോ കാട്ടുമൂപ്പന്റെ മക്കൾ 2 ചരക്കുകൾ.
എടാ പൊട്ടടാ വീണ പാറേണ്ടതാണ്. എടാ കൊമ്പെങ്ങാനും പൊട്ടി താലടിച്ച് പോയിട്ട്. വടി ഒടിഞ്ഞാൽ പാറണിക്കട്ട് വീഴ. ഹലോ ഭ്രാന്താണ്. ഇത് ഭ്രാന്താണ്. ഇത് ചെയ്യുന്നത് നല്ല പൊളി. നമ്മളിപ്പോൾ വാട്ടർ ഫാളിൻ്റെ മുകൾ ഭാഗം കഴിഞ്ഞിട്ട് അടിഭാഗത്തിലോട്ട് പോവുകയാണ്. സോറി വെള്ളച്ചാട്ടം വെള്ളം വീണ സ്ഥലത്തോട്ട് പോവാണ്. കുറച്ച് റിസ്കി സാധനമാണ്, ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമാണ്. അതിൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ്, ഭയങ്കര റിസ്ക് എടുത്താണ് നമ്മൾ ചിലപ്പോൾ ഫോറസ്റ്റുകാരെ നല്ല ആട്ടി വെക്കാനുള്ള സാധ്യത. പക്ഷെ എന്നാലും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റേ ഷെഫിങ്ങിനെ കൊണ്ടുവന്ന പിള്ളേർ വേറെ വഴി കൂടെ അങ്ങനെ. അപ്പം നമ്മളതാ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്ത് കയറിയിട്ട് അവന് താഴത്തെ വശത്തിൻ്റെ മാരകമായ ഫ്ലെക്സിബിലിറ്റി ഷോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഭയങ്കര റിസ്കി ആയിട്ടോ, കുറച്ച് ഭയങ്കര സ്ലിപ്പറിയാണ്, ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അനീസ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ നിൽക്കണം, കുറച്ചുകൂടി പോയാൽ ഒരു പൊടിക്കൂടി പോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടും. അനീസ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നുണ്ടാവുള്ളൂ. അങ്ങോട്ട് പോകും, തിരിച്ച് മോലോട്ട്. മണി അങ്ങോട്ട് അപ്പുറത്തേക്കില്ല കേട്ടോ, അപ്പുറത്തേക്കില്ല. നോക്കോ തരില്ലോ. മരത്തിന്റെ വരെ പോയടാ, അവിടെ പോയിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേ. അനീസ് എങ്ങനെയാടാ? ആടാ മരത്തിന്റെ അടുത്ത് മാരക വ്യൂ ആണ്. അത് ശരിയാ, ചെറിയ സ്ലിപ്പിൽ പണി വാളും. ആ ഫോണെന്ന് കാണിക്കാന്ന് കാണിച്ചു കൊടുത്തില്ല ഫോണാട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി താഴേക്ക് പോയാലേ നല്ല കിട്ടുന്ന ലുക്ക് കിട്ടും വാട്ടർഫാളിൻ്റെ. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഉണ്ട് ഇവിടെ ഉണ്ട്, ഈ വെള്ളം വന്ന് വീഴുന്നുണ്ട്. വാട്ടർഫാളിൻ്റെ ലുക്കാണ്. കളിച്ചൊക്കെ അവിടെ അതിന് താഴേക്കുണ്ട് വെള്ളച്ചാട്ടം, നല്ല അടിപൊളിയായിട്ട് വീഴുന്നുണ്ട്. വ്യൂ കിട്ടാൻ നമുക്ക് താഴേക്ക് ഒരുപാട് വേണം. പക്ഷെ ഇപ്പോൾ മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കാണ്. അവിടെ കിട്ടുന്ന വ്യൂ കിട്ടും. ബട്ട് നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ റിസ്കി വഴി കിട്ടുകൊണ്ട് ഇനി വേറെ വല്ല വഴി കിട്ടുമെന്ന് നോക്കി പോവാണ്. നമ്മുടെ അനീസ് പുതിയ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. താഴെ എവിടേക്കോ നല്ല വ്യൂ ഉണ്ട്, കാരണം 2-3 സ്റ്റെപ്പായിട്ടാണ് ഈ വെള്ളച്ചാട്ടം പോകുന്നത്. കിട്ടില്ലനായിട്ടാണ് താഴെ നോക്കിയാലുള്ള വ്യൂ കിട്ടാൻ പോകുന്നത്. പക്ഷെ നമുക്ക് വഴി കിട്ടുന്നില്ല. ഏതിനെ പോകുന്നാലും വഴി കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ ഈ മല കയറാൻ പറ്റാതെ കയറാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. ഞങ്ങൾ ട്രാപ്പായി. അശ്വത്തിന് മാത്രം അതിജീവിക്കാൻ കഴിഞ്ഞു. അശ്വത്തിന് മുകളിലെത്തി. ഇനി ഇറങ്ങണൊക്കെ നല്ലൊരു കയറാന്ന് തോന്നുന്നത്. ഞാൻ ഇറങ്ങണേ എന്തായാലും. വഴി ഉണ്ടാങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങണൊക്കെ നല്ലൊരു റിസ്ക് കയറാടാ. ആണോ? എന്നാൽ ഞാനോ റിസ്ക് എടുക്കാണ്. കാട്ടിനുള്ള ഇത്രയും വലിയൊരു പൈപ്പ്, ഇത് എന്താണിത്? വെള്ളം കൊണ്ടുപോകാൻ ജപ്പാൻ കുടിവെള്ള പദ്ധതി. ആട്ടെ, അവിടെ ഡാമല്ലേ, ആ ഡാമിലെ വെള്ളം കൊണ്ടുപോകാൻ. നമ്മൾ വന്ന വഴി എന്തായാലും പോകാൻ പറ്റില്ല, വേറെ വഴി കണ്ടുപിടിക്കണം. മിക്കവാറും റെസ്ക്യൂ ടീമിനെ വിളിക്കേണ്ടി വരും. മിക്കവാറും നമ്മൾ റെസ്ക്യൂ ടീം വിളിക്കേണ്ടി വരും. അല്ലാതെ നമ്മളെ ഹെലികോപ്റ്റർ വരില്ലായിരുന്നു. അത് വഴി പോലെ ഉണ്ടല്ലോ അല്ലേ? മുള്ളു വളർത്തി. അടുത്തത് കൊടശാപം. ഓരോ കാട്ടിൽ പോലെ ഓരോ ശാപം വാങ്ങിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. നമ്മളിപ്പോൾ മലയുടെ മുകളിൽ മഴ കൊള്ളാണ്. മലയുടെ മുകളിൽ മഴ. ഹനീസ് നോക്കടാ, നോക്കടാ, ഇത് നമ്മൾ മലയുടെ മുകളിൽ മഴ കൊള്ളാണ്. ആ പാട്ട് പാടിക്കേ. അഡടാ മഴടാ അടാ മഴടാ അഡടാ സിറുത്ത അടാ. നമ്മുടെ അശ്വത്തിനെ നോക്കി. അശ്വത്തെ പാറയുടെ മുകളിൽ പോയി നിൽക്കുകയാണ് കേസ്. എന്താല്ലേ
ഇതൊക്കെ ആസ്വദിക്കാതെ നിങ്ങൾ എവിടേക്കാണ് ഈ ലൈഫ് കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മലയുടെയൊക്കെ മുകളിൽ കയറിയിട്ട് എങ്ങോട്ടാണ് വരുന്നത്? എന്ത് നേടാനാണ് ഓടുന്നത്? ഈ മലയുടെയൊക്കെ മുകളിൽ മഴ എന്തിനാ ഇതൊക്കെ ആസ്വദിക്കാതെ പിന്നെ ഈ കാലം കഴിഞ്ഞു പോയിട്ട് എന്താ? വയസ്സ് നമ്മളെ കാത്തിക്കില്ല, സമയം നമ്മളെ കാത്തിക്കില്ല. അപ്പോൾ അതിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഇതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ എത്ര സമയം ബാക്കി ആരുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ഈ വെഹിക്കിൾ ഒരു വീക്കെൻഡ് ഓക്കെ പ്രകൃതി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതൊന്നും കാണാതെ തിയേറ്ററിൻ്റെ ഉള്ള ഷോപ്പിംഗ് മാളിലൊക്കെ അതൊന്നും വേണ്ടല്ലോ, അതും വേണം. കൂട്ടത്തിൽ നിങ്ങൾ വല്ലപ്പോഴും ഒരു കാട് മലക്ക് കയറി ഒന്ന് ഒന്ന് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റും. ഓക്കെ ഈ കാടിൻ്റെ മലയുടെ മുകളിൽ മഴ കൊള്ളുക, ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനം. നിങ്ങൾ ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ അഡിക്റ്റ് ആവും. ഞങ്ങളൊക്കെ അഡിക്റ്റഡ് ടു നാച്ചുറൽ ആയിരിക്കും. പിന്നെ മലയായിരിക്കും നമ്മുടെ ലൈഫ്. അഡിക്ഷൻ അത് ഡ്രഗ്സ് അല്ല, അഡിക്ഷൻ നമ്മൾ ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മളൊരു ബ്രേക്ക് ടൈം അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടാൻ കാത്തിരിക്കും. നമ്മൾ മലകളും കുന്നുകളും ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ ആ ഒരു മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊമെന്റിന്റെ മെമ്മറീസിൽ തന്നെ ജീവിക്കും. അതാണ് പിന്നെ നമ്മുടെ അടുത്ത കാത്തിരിപ്പ്, അടുത്ത കുന്നും മലയും അടുത്ത വെക്കേഷനും ആയിരിക്കും. സോ ഗൈസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഒരെണ്ണം പോയി നോക്ക്, എന്നിട്ട് പിന്നെ വേണോ നിങ്ങൾ തീരുമാനിക്കും. ഒറ്റ സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ തീരുമാനിക്കും പിന്നെ കണ്ടിന്യൂ ആണോ വേണ്ടതെന്ന്. സോ ഓക്കെ എൻജോയ്. ഒന്നും ചെയ്യണ്ടോ? പറയാമോ രാഗസംഗം. ബോഡി ഷോ അടിക്കണോ? ആരാ ടൈറ്റ് നോക്ക മത്തി പറയും ആരാണ് വിന്നറെന്ന്. യെസ് മണേ ഇടത് മാറി വലത് കയറി ഇടത് കൊളത്തി കഴുത്തുളുക്കി വെട്ടിത്തിരിഞ്ഞ് കാണുന്ന ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ പോയി മലയുടെ മുകളിൽ ചാടണം. ഇങ്ങോട്ടേക്ക് ഇതുണ്ടോ കുറച്ച് പേര് ഡാമിൽ കയറി കുളിക്കുന്നുണ്ടോ? ബീച്ച് ഡാമിന്റെ നമ്മളിപ്പോ ഡാമിന്റെ റിസർവയർ ഭാഗങ്ങളിലേക്കാണ് ഒരു ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് തേടി ആലോചിക്കായിരുന്നു. ഇവിടെ കലാശക്കൊട്ട് ഇവിടെയാണ്. ഇവിടെ ക്രിക്കറ്റ് പനമരം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് കിട്ടിയ പ്രതീക്ഷയിൽ ഒരു ഗ്രൗണ്ട് നോക്കി കണ്ടുപിടിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ബീച്ച് ഡാമിന്റെ റിസർവറിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് തേടിയിട്ട് ഒരു 15-20 കിലോമീറ്ററോളം നമ്മൾ പോകും. പക്ഷേ നമ്മൾ ധർമ്മശാലയിൽ മാത്രമാണ് കൂടുതൽ അടിപൊളിയുള്ള പഞ്ചാബ് ധർമ്മശാലയിൽ മാത്രമാണ് ഇതിനേക്കാൾ നല്ലൊരു ഗ്രൗണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. നമ്മൾ എവിടെ കളിക്കാൻ എന്തെങ്കിലും തകർക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിലെ പ്ലെയർ ആണ്. ഒരു മിനിറ്റ്, നമ്മുടെ ടീമിൽ ഒരു രഞ്ജി പ്ലെയർ ഉണ്ട്. നമ്മളെ കാണിച്ചാൽ രഞ്ജി പ്ലെയർ ഷെഫിക്ക് ഒന്ന് നോക്കൂ. രഞ്ജി പ്ലെയർ ആണ് കേരളത്തിന്. അതെ കേരളത്തിന് വേണ്ടി IPL അവസരം കിട്ടിയിട്ട് IPL അംബാനിയുടെ പറഞ്ഞിട്ട് പോവാതിരുന്ന എല്ലാ പ്രൊഫഷണലും ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിന്റൺ, വളരെ അടുത്ത ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിന്റൺ, സർഫിംഗ് സൂപ്പർ. ദൂരം വന്ന് അത് ആർക്ക് വേണ്ടത്? ഈ പ്ലെയർ കാരണം. ഈ പുറകുന്ന് കാണുമ്പോ തന്നെ ഇതുണ്ടോ, പുറക് കണ്ടാൽ തന്നെ അറിയാം. നോക്കി കിഡിലം പ്ലെയർ ആകണ്ടോ. അപ്പൊ നമ്മളിത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുമ്പോൾ അശ്വത്ത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാറ്റും ബോളും വെച്ചാണ് നമ്മൾ തകർക്കാൻ പോയിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ക്രിക്കറ്റ് കളിച്ച് മരിക്കും ഗായ്സ്. ഇവിടെ പെടഞ്ഞു. ഇന്നലെ നമ്മൾ ഫുട്ബോൾ കളിച്ചു, ഇന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കും. എന്താ ഗ്രൗണ്ട് നോക്കിയാണ് ഒരു അങ്ങോട്ടും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ
പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനീസ് അത് സ്റ്റംപ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നോക്കൂ, സ്റ്റംപ് ഉണ്ടാക്കുന്ന അനീസ്. ആത്മാർത്ഥ की निरगुड़ की बेला गुडुगड़ा है. ഇത്ര സ്പേസ് ഉണ്ടോ? ബാള് പോകാൻ പാടില്ല. 5 പേർക്കുള്ളല്ലേ ബാള് പോകാൻ പാടില്ല. കണ്ടോ, നമുക്ക് ഒരു 75-80 മീറ്റർ സിക്സ് അടിക്കാനുള്ള സ്പേസ് വേണം. അല്ല, അവിടെ നമുക്കൊരു 5 പേർക്കുള്ള സ്ഥലം. നല്ല കൂറ്റൻ സിക്സ് അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഒരുപാട് 80-90 മീറ്റർ ഇവിടെ സെഞ്ചുറി അടിച്ചിട്ടേ പോകുള്ളൂ. ഒരു ബോൾ കിട്ടി. ഒന്നെവിടെ? ആ, ഓക്കെ ഓക്കെ. ഓഫ് കട്ടിങ് ഉണ്ട്. വോളിബോൾ പല്ലടിക്കും ഇങ്ങനെ. അതെ, അത് സാറില്ല, അത് വിഷയമല്ല. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇവന്റെ വൃത്തി ശരിയാക്കി കൊടുത്തില്ല, എൽബോ ശരി തരും. അയ്യോ, ഞാനേ മറ്റേ പറഞ്ഞല്ലേ ഫുഡ് കഴിച്ചിട്ട് മുതലാളി അപ്പുറത്തെ ഹോട്ടലിൽ പോകത്ര. അപ്പൊ എന്ത് സാറ് കഴിക്കത്ത? അയ്യോ, ഞാനിവിടുന്നൊന്നും കഴിക്കില്ലാന്ന്. അവലേം പറ, അയ്യോ ഞാനങ്ങനെ പരീക്ഷ നടത്തില്ല, ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നു. പക്ഷെ എന്റെ കൈ മാറി. അതെ അതെ, കൈ മാറി. നാളേക്ക് എന്താന്ന് അറിയാം. പരമാവധി ശ്രമിച്ചു നോക്കി. അല്ല, ഡോക്ടർ പറയും ഇതൊരു പൊട്ടറേ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അതിനുശേഷം പിന്നെ ആകെ ചിന്നി ചെതറിയേണ്ടത് എന്താ ചെയ്തത്. അയ്യോ, ഇതൊരു പാറമുട്ടായി പോയോ? എടാ, ഇത് വെള്ളാണല്ലോ. ബോൾ വെള്ളത്ത് പോലടാ അടിക്കേ. ധാരാളം എടുക്കുക. ഈ നീതി എടുക്കോ? ഈ വന്നാ ഈ എങ്ങനെ ഉദ്ദേശിച്ചത് പറഞ്ഞതാ? അതൊക്കെ ബാള് വെള്ളത്തിൽ പോയ എന്ത് ചെയ്യും? ബാൾ വെള്ളത്തിൽ പോയ എന്ത് ചെയ്യും? ഇവിടെ എങ്ങനെ കളിക്കുക? ബോള് പോവൂടാ, അവിടെ ബോള് പോവൂല. ഇവിടെ കളിക്കാം. പക്ഷെ ആ സൈഡൊക്കെ ബോൾ പോയി കഴിഞ്ഞാല് കുറച്ചും കൂടി അങ്ങോട്ടല്ലേ, ഇവിടെ തൊട്ടാവാടികളാ, അവിടെ കളിക്കാം. Unpredictable bounce and cutting. Okay. Yeah, second ball manage. Ongoing. Mane hitting first 6 of the game. Shafiq again. ഓടലുണ്ടോ? ക്യാച്ച്. അല്ല, ഞാൻ ബോളിന്റെ മനസ്സിലായി, ഗതി മനസ്സിലായി. ഇവിടെ ഇത്ര നമ്മളെ മണിയില്ലേ?